മീറ്റ് മിസ്റ്റർ അൻവിൻ ജോസ്. ഇതാണല്ലോ എല്ലാവരും കൊടുക്കുന്ന ഒരു ഇൻട്രോ. ഞാൻ പറയാൻ പോകുന്നത് അൻവിൻ എന്ന് പറയുന്ന ഒരു പ്രവാസിയെക്കുറിച്ചാണ്. UK-ലാണ്, ഓണ്ടർപ്രണറാണ്. 28-ാമത്തെ വയസ്സിൽ റിട്ടയറായി. ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അൻവിൻ എന്ന് പറയുമ്പം അൻവിൻ്റെ ആ ഒരു ലക്ഷൂറിയസ് ലൈഫും മറ്റും ഇൻസ്റ്റഗ്രാമോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി അദ്ദേഹം തന്നെ കാണിച്ച് അദ്ദേഹത്തിൻ്റെ തന്നെ കുറച്ച് ലക്ഷൂറിയസ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള വാക്കുകൾ, അദ്ദേഹം എങ്ങനെ UK-യിലെത്തി, അതിനുശേഷം അദ്ദേഹം എങ്ങനെ റിച്ചായി, അതിനുശേഷം എങ്ങനെ റിട്ടയറായി, അങ്ങനെ മീഡിയാസൊക്കെ അദ്ദേഹത്തിൻ്റെ പുറകെ പോയി അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസ് എടുക്കുന്നു. അങ്ങനെ പബ്ലിക് ഫെയിം അത്യാവശ്യം അദ്ദേഹത്തിന് കിട്ടുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രോത്ത് പാറ്റേൺ, അദ്ദേഹത്തിൻ്റെ ഒരു ഇമേജ് ബിൽഡിംഗ്, ഒരുപാട് സോഷ്യൽ മീഡിയാസ്, യൂട്യൂബേഴ്സൊക്കെ ഇൻ്റർവ്യൂസ് എടുക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അൻവിനെതിരെ പല പല ആരോപണങ്ങളുമായിട്ട് ആളുകൾ വന്നു. ഇദ്ദേഹം UK-യിൽ ഇത്രയും റിച്ച് അല്ല, അദ്ദേഹം പറയുന്നതെല്ലാം തെറ്റാണ്, അദ്ദേഹം കബളിപ്പിക്കുകയാണ്, അദ്ദേഹം ഓരോ കാര്യങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ആളുകളെ വഴിതെറ്റിക്കുന്നു. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ള, എങ്ങനെ വഴിതെറ്റിക്കുന്നു? നമ്മൾ സ്വയമല്ലേ തീരുമാനിക്കേണ്ടത് നമ്മൾ വഴിതെറ്റണോ വേണ്ടയോ എന്ന്. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി അദ്ദേഹത്തിൻ്റെ വളർച്ചയും കാര്യങ്ങളും എല്ലാം കാണിക്കുന്നു. അത്യാവശ്യം പോർഷായിട്ടുള്ള ലൈഫ് കാണിക്കുന്നു. അദ്ദേഹത്തിൻ്റെ 3 പട്ടികൾ, അതൊക്കെ അതിൻ്റെ അകത്തുണ്ട്. ആ ഒരു ലൈഫ്, വണ്ടികൾ, അദ്ദേഹം പറയുന്നു മുറ്റത്ത് ഒരുപാട് വണ്ടികളുണ്ട്, റിച്ച് ലൈഫ്. ശരിയാണ്, നമ്മൾ കാണുമ്പോൾ നമുക്കൊരു സിനിമ കാണുന്ന പോലെ, സിനിമ കാണുന്ന ഫീൽ അല്ലെങ്കിൽ പോലും നമുക്കും ഒരു റിച്ച്നെസ് തോന്നും. അദ്ദേഹം പറയുന്നത് ശരിയായിരിക്കും. പക്ഷേ അദ്ദേഹത്തിനെതിരെ കുറേ ആളുകൾ അദ്ദേഹത്തിനെ വീഴ്ത്താൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഒരു വീഡിയോ ഒന്ന് കാണാം. നീ എന്തുണ്ടാക്കുന്നാടാ മൈരെ ആൻവിനെ പറയുന്നത്? നീ കുറെ ഉണ്ടാക്കിയതല്ലേ, ഇനി നിർത്ത് നീ കേട്ടോ. നാട്ടുകാരെ പറ്റിച്ചിട്ട് ഊമ്പി തിന്നാതെ നീ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് തിന്നടാ. ഇവിടെ എല്ലാവരും കഷ്ടപ്പെട്ടിട്ടാണ് ഈ UK-യിൽ വന്നത്. നീ അവരെ അങ്ങോട്ട് ഊമ്പിച്ചിട്ട് മറ്റേ എന്നാ പറയുന്നത്, ഇലനക്കിപ്പട്ടിയുടെ കിറുനക്കിപ്പട്ടി ആവല്ലേ നീ കേട്ടല്ലോ. നിനക്കെതിരെ ഒരു പോസ്റ്റ് ഞാൻ ഇട്ടായിരുന്നു. സത്യങ്ങൾ പുറത്തു വരുന്നുണ്ട്, ഒരുപാട് തെളിവുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അത് കേട്ടപ്പോ നിനക്ക് അങ്ങോട്ട് പൊള്ളിയല്ലേ? ഈ ഇലക്ഷന്റെ ചൂടൊന്ന് കഴിയട്ടെ. അൻവിനെതിരെ ഒരാള് പറയുന്നതാണ്, ഇദ്ദേഹം അൻവിനെതിരെ ഭയങ്കരമായ രീതിയിൽ അൻവിൻ ചെയ്യുന്നതൊക്കെ തെറ്റാണെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ വാട്ട് എവർ ഇറ്റ് ഈസ്, അതിനൊക്കെ മറുപടിയായിട്ട് അൻവിൻ ഓരോന്ന് പറയുന്നുണ്ട്. നേരത്തെ അനന്തു എന്ന് പറയുന്ന ഒരു ബ്ലോഗർ അൻവിനെതിരെ വരികയും അൻവിനെതിരെ വീഡിയോസ് ചെയ്യുകയും പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം അൻവിൻ്റെ രീതികളും കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം അദ്ദേഹം അതിൽ നിന്ന് പിന്മാറുകയൊക്കെ ചെയ്തതാണ്. വീണ്ടും ആളുകൾ അദ്ദേഹത്തെ ആക്രമിക്കാൻ വേണ്ടി വരുന്നു, അദ്ദേഹത്തിനെ ഫോളോ ചെയ്യുന്നു, അദ്ദേഹം എന്ത് ചെയ്യുന്നു എന്ന്, പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇമേജ് തകർക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യുന്നു. ഞാൻ ഇത്രയും പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അൻവിൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം എന്ത് വേണേലും ചെയ്യട്ടെ, അദ്ദേഹത്തിൻ്റെ ബിസിനസ് ചെയ്യട്ടെ, അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം കുറേ കാര്യങ്ങൾ ചെയ്യട്ടെ, എൻ്റർടൈനിങ് ആയിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ എൻ്റർടൈനിങ് മാത്രമല്ല, ഒരു ഇൻസ്പിറേഷൻ പോലെയൊക്കെയാണ് പലർക്കും തോന്നുന്നത്. നമ്മൾ കാണുമ്പോഴും കൊള്ളാം, ഇത്രയൊക്കെ ആക്കിയല്ലോ. അദ്ദേഹം 28-ാമത്തെ വയസ്സിൽ റിട്ടയർമെന്റ് എടുത്തു. സംസാരിക്കാൻ അറിയാവുന്ന ഒരു മനുഷ്യനാണ്, നന്നായിട്ട് സംസാരിക്കാൻ അറിയാം, കമ്മ്യൂണിക്കേഷൻ നന്നായിട്ടുണ്ട് എന്തായാലും ആളുകളുമായിട്ട്. അദ്ദേഹം പലർക്കും ജോലി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എല്ലാം നേരായ വഴിയിലാണ്. UK പോലത്തെ ഒരു രാജ്യത്ത് അദ്ദേഹം ഇങ്ങനെ ഒരു കളികൾ കളിക്കുന്നുണ്ടെങ്കിൽ, അതായത് നേരായ വഴി ആണ് ഞാൻ ഉദ്ദേശിച്ചത്. വളഞ്ഞ വഴി പോകാൻ പറ്റില്ല. ലീഗലി ആരെങ്കിലും കേസ് കൊടുത്തു കഴിഞ്ഞാൽ പണിപാളും. ഇനി ആരെങ്കിലും ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും അതിനൊക്കെ നിയമത്തിന്റെ വഴികളും ഉണ്ടല്ലോ. അൻവിൻ എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. അദ്ദേഹത്തിന്റെ ലേറ്റസ്റ്റ് വീഡിയോ. മീറ്റ് മിസ്റ്റർ അൻവിൻ ജോസ്. അൻവിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇൻസ്റ്റാഗ്രാമിൽ എനിക്കെതിരെ വന്ന ഒരു പവർഫുൾ വീഡിയോ ആണത്. അത്രയ്ക്ക് ശക്തമായി എനിക്കെതിരെ സംസാരിച്ച അനന്ത് സുൽജിത്ത് എന്തുകൊണ്ട് വേറെ വീഡിയോസ് ഒന്നും ചെയ്തില്ല? ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ. എന്നെ അറിയാത്ത ഒരാൾ എന്നെ പറ്റി വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ദേഷ്യം തോന്നുന്നത് അയാളോടാണോ, അതോ എന്നെ കുറിച്ച് ഫാബ്രിക്കേറ്റഡ് പ്രൂഫ്സ് എല്ലാം അനന്തുവിന് അയച്ചു കൊടുത്ത വ്യക്തിയോടാണോ? യെസ്, മീറ്റ് മിസ്റ്റർ അശ്വിൻ വർഗീസ് ജോൺ. കഴിഞ്ഞ 10 മാസങ്ങളായിട്ട് പലരെയും മുന്നിൽ നിർത്തി എനിക്കെതിരെ ബിഹൈൻഡ് ദ സീൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന ആള്.
അനന്തുവിന്റെ ആദ്യത്തെ വീഡിയോ വരുന്നതിന് മുമ്പ് എന്നോട് സംസാരിക്കണമെന്ന് അനന്തു ആവശ്യപ്പെട്ടപ്പോൾ പോലും അത് സമ്മതിക്കാതെ തന്ത്രപരമായി അത് ഒഴിവാക്കിക്കൊണ്ട് എന്റെ തകർച്ച ആസ്വദിക്കുകയായിരുന്നു അശ്വിൻ ജോൺ. അനന്തു സുൽജിത്ത് വീഡിയോ സ്റ്റോപ്പ് ചെയ്തതിന്റെ പേരിൽ ഒരു ഫീമെയിൽ ഇൻഫ്ലുവൻസറെ വിളിച്ചിട്ട് എനിക്കെതിരെ ഫേക്ക് ഹറാസ്മെന്റ് കേസ് കൊടുക്കാവുന്ന ഒരു അശ്വിൻ ജോൺ ചോദിച്ചു. ഞാൻ ഈ പറയുന്ന കള്ളമാണെങ്കിൽ ഐ ഡെയർ അശ്വിൻ ടു ബ്രിങ് അപ്പ് എ ചലഞ്ച് അഗെയിൻസ്റ്റ് ദിസ്. പ്രൂഫ് ഞാൻ നേരത്തെ തരാം. ഇത് വെറുതെ ഇവിടുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമല്ല. എനിക്കെതിരെയും എന്റെ കമ്പനികൾക്കെതിരെയും ഇത്രയും പേരെ കൊണ്ട് കള്ളം പറയിപ്പിച്ച് അശ്വിൻ പറഞ്ഞെന്ന് കേട്ടുപോയിക്ക്. ഞാൻ പിന്നെ കുറച്ച് എന്റെ ബിസിനസ് പുഷ് ചെയ്തില്ല. എങ്ങനെ കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ, വേണ്ടാരം. ഇവൻ ഈ പറയുന്ന പോലെ റവന്യൂ ഒക്കെ ഉണ്ടെങ്കിൽ ഇവന്റെ ബിസിനസ് കിട്ടിയാൽ തന്നെ എനിക്ക് ജോലിക്ക് വേണ്ട. അണ്ണന്റെ കൂടെ ഒരു പോഡ്കാസ്റ്റ് കിട്ടിയ കത്തും. എന്റെ കമ്പനിയുടെ ഇൻകം ഫയലിംഗ് ആണ് പുള്ളിയുടെ സെറ്റിൽമെന്റ്. പിന്നെ എന്തിനായിരിക്കും പുള്ളിക്ക് എന്നോട് ഇത്ര വിരോധം? ബാക്കിൽ നിന്ന് കളിക്കുമ്പോൾ ഇറ്റ് ഫീൽസ് മോർ ലൈക്ക് എ പിംപ് അല്ലേ? ഇനി പോഡ്കാസ്റ്റ് കൊടുക്കാത്തതിന് ദേഷ്യമാണോ? കോൾ മീ എ സ്കാമർ, ബട്ട് വൈ ഇസ് നോ വൺ ഫയലിംഗ് എ കേസ് അഗെയിൻസ്റ്റ് മീ? എവിടെ വിക്ടിംസ് എവിടെ? അപ്പോൾ അൻവിൻ പറയുന്നത് എന്തൊക്കെയാണെന്ന് കേട്ടല്ലോ. മുഴുവൻ കേൾപ്പിക്കാൻ പറ്റുന്നില്ല, കാരണം അത്രയും ലെങ്ത് ഉണ്ട്. 2.25 മണിക്കൂറൊക്കെ ഉള്ളൂ വീഡിയോ. പക്ഷേ എന്നാലും ഞാൻ ചെയ്യുന്ന വീഡിയോയുടെ ഒരു പരിമിതി വെച്ചിട്ട് അത്രയും പോയാൽ ശരിയാകത്തില്ല. കാരണം എന്നെ വ്യൂവേഴ്സും വളരെ കുറവാണ്. കാണുന്നവർ അധികം മടുപ്പില്ലാതെ കാണാൻ വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അൻവിൻ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അൻവിൻ പറയുന്ന കാര്യങ്ങൾ, അൻവിൻ സംസാരിക്കുന്നതെല്ലാം ഒരു അത്യാവശ്യം പ്രൂഫോടുകൂടിയാണ്. അത്യാവശ്യം വെൽ പ്രിപ്പയർഡ് ആണ് അദ്ദേഹം എന്ത് വന്നാലും നേരിടാൻ. ശരിക്കും അദ്ദേഹം എന്ന് പറയുമ്പോൾ ഒരു ഇൻഫ്ലുവൻസർ ആണ്. ആക്ച്വലി സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം ഒരുപാട് പേരെ കാണുന്നവരൊക്കെ അത്യാവശ്യം ഇൻസ്പയർ ചെയ്യുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളും കാര്യങ്ങളും എല്ലാം. പക്ഷെ അദ്ദേഹത്തിന് നേരെ അമ്പുകളും കാര്യങ്ങളും വരുമ്പോൾ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം ആരെയും ദ്രോഹിച്ചിട്ടില്ല. അദ്ദേഹം ഈ പറയുന്നത് പോലെ ആരെയും മോശമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിൽ ഒരു വീഡിയോസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കണ്ടിടത്തോളം മാന്യമായ രീതിയിലാണ് അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈൽ, അദ്ദേഹത്തിന്റെ ജീവിത രീതി, ഒരു ദിവസം എന്ത് ചെയ്യുന്നു, അതൊക്കെ കുറച്ച് പോർഷായിട്ടൊക്കെ ചെയ്ത് കാണിക്കുന്നു ഉള്ളതായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ആസ്റ്റൺ ഹാൾട്ടോ അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ടല്ലോ. രാവിലെ എഴുന്നേക്കുന്നു, അദ്ദേഹത്തിന്റെ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ലൈഫ് എഴുന്നേക്കുന്നു, ഐസ് വാട്ടറിൽ ഫേസ് കഴുകുന്നു, പിന്നെ കുറച്ച് വില കൂടിയ വെള്ളം കുടിക്കുന്നു, അങ്ങനെ വളരെ പോർഷായിട്ടുള്ള ലൈഫ് കാണിക്കുന്നു. എത്രയോ ആൾക്കാരുണ്ട്. അവരുടെ ഒന്നും പുറകെ ആരും പോകുന്നില്ലല്ലോ. എന്തുകൊണ്ടൊരു മലയാളിയുടെ പുറകെ ഇങ്ങനെ ആളുകൾ ആക്രമണമായിട്ട് പോകുന്നു? അദ്ദേഹം എന്തെങ്കിലും രീതിയിൽ തെറ്റ് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം നിയമപരമായ രീതിയിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമ നടപടി അദ്ദേഹത്തിനെതിരെ വരികയാണെങ്കിൽ, വ്യക്തമായ പ്രൂഫോടുകൂടി വരികയാണെങ്കിൽ, ഞാൻ പോലും അദ്ദേഹത്തിനെതിരെ എതിർത്ത് സംസാരിക്കും. ചെയ്തത് ശരിയായില്ല എന്നുള്ളത്, ചെയ്തത് ശരിയായിട്ടില്ലെങ്കിൽ ശരിയായില്ല എന്ന് തന്നെ വേണം. പക്ഷെ ഇതുവരെ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ കണ്ടതും കേട്ടതും വെച്ചിട്ടൊന്നും തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അദ്ദേഹത്തിന്റെ ലൈഫ് അടിച്ചു പൊളിക്കുന്നു. അദ്ദേഹം അവിടെ ഒരു കാർ വാഷിംഗ്, ഓട്ടോ സ്പാ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹം പോകുന്നു. മാത്രമല്ല കുറച്ചു പേർക്ക് ജോലികൾ കൊടുക്കുന്നു. ഇപ്പോൾ റീസെന്റ് ഒരു കാര്യം വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജോലിക്കാർ വിളിച്ചാലൊന്നും ഫോൺ എടുക്കുന്നില്ല എന്നുള്ള കാര്യങ്ങൾ. അതിനെപ്പറ്റി എന്താണ് അദ്ദേഹം പറയാനുള്ളതെന്നുള്ളത് ഇനി അറിയത്തില്ല. അത് നമുക്ക് കേൾക്കാതെ പറയാൻ പറ്റില്ല. പക്ഷെ അതിന്റെ ബാക്കി മറുപടി, അദ്ദേഹത്തിന് പറയാനുള്ള മറുപടി അത് വന്നതിന് ശേഷം ബാക്കി എന്തിനും പറയാം. പക്ഷെ എന്നിരുന്നാലും ഇതുവരെ ഞാൻ നോക്കിയിട്ട് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് മോശമായിട്ടൊന്നും തെറി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിനെ തെറി പറഞ്ഞവരെ അദ്ദേഹം തിരിച്ചും തെറി പറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തെറി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ട് വന്ന ആക്രമണം അതുപോലെ തന്നെ അങ്ങോട്ടും തിരിച്ച് നേരിടുന്ന ഒരു മനുഷ്യൻ. അതായത് കിട്ടിയതൊന്നും മേടിച്ചുകൊണ്ടിരിക്കാതെ അദ്ദേഹം കൊടുക്കുന്നുണ്ട്. പക്ഷെ ആർക്കും അദ്ദേഹം ഒരു ദ്രോഹം ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കണ്ടിടത്തോളം ഞാൻ അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിനെതിരെ വന്ന വീഡിയോസ് ഒക്കെ തന്നെ ഓട്ടോമാറ്റിക്കലി ചെയ്തവരൊക്കെ ആണെങ്കിലും പിന്നീട് ചെയ്യുന്നില്ല. പിന്നെ ഒരുപാട് പേരെ ആക്രമിക്കാൻ വെളിയിലുണ്ടെന്ന് അദ്ദേഹം പറയുന്നു സോഷ്യൽ മീഡിയ വഴി. ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിയമപരമായിട്ട് കോടതി, പോലീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നിയമം കയ്യിലെടുക്കണമെങ്കിൽ അവർക്കേ പറ്റുള്ളൂ. അല്ലാതെ ഈ സോഷ്യൽ മീഡിയ വഴി വളവള അടിക്കുന്നവർക്കൊന്നും പറ്റത്തില്ല. അപ്പൊ ചോദിക്കും എന്നോട്, നീയും വളവളയല്ലേ അടിക്കുന്നതെന്ന്. കഞ്ഞി കുടിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാന്നേ, മറ്റേ സീക്രട്ടായിട്ട് പറഞ്ഞ അരി മേടിക്കാൻ വേണ്ടിയാന്നേ. എന്നാലും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എനിക്ക് പറയണം തോന്നി. അൻവിനെ ഞാൻ ഫോളോ ചെയ്യുന്നതാണ്. അൻവിന്റെ ഭാഗത്ത് ഇതുവരെ ഒരു തെറ്റും കാര്യങ്ങളും ഉണ്ടായിട്ട് തോന്നുന്നില്ല. അദ്ദേഹത്തിന്റെ ജീവിതം അദ്ദേഹം തുറന്നു കാണിക്കുന്നു. ഒരുമാതിരിപ്പെട്ട എനിക്ക് തോന്നുന്നൊരു 70-75% അദ്ദേഹത്തിന്റെ ലൈഫ് എന്താണെന്നുള്ളത് കാണിക്കുന്നുണ്ട്. പിന്നെ ഓരോ മനുഷ്യന്മാർക്കും പ്രൈവസി ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റുമോ? പ്രൈവസിക്കകത്ത് നമ്മൾ കടന്നുകൂടേണ്ട കാര്യമില്ല. നിയമപരമായ കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം ചെയ്യുന്നുള്ളതായിട്ട് തോന്നുന്നു. നിയമത്തിന് അതീതമായി, നിയമത്തിനും അപ്പുറം നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ടൊന്നും ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ശരിക്കും നോക്കാം വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് വരാൻ പോകുന്നത് എന്നുള്ളത്. അദ്ദേഹം അടിച്ചുപൊളിച്ച് ജീവിക്കട്ടെ. അദ്ദേഹം ഈ പറയുന്നത് പോലെ കുറെ വെല്ലുവിളികൾ നേരിട്ട്
അവിടെ പോയി ഫൈറ്റ് ചെയ്ത് സ്വന്തമായിട്ട് അധ്വാനിച്ച് ഇത്രയൊക്കെ ആക്കിയെടുത്തതല്ലേ. അത്രയൊക്കെ ആക്കിയെടുത്ത് അദ്ദേഹത്തിന് ബാക്കി കാര്യങ്ങളും നന്നായിട്ട് കൊണ്ടുപോകാൻ അറിയാം. എത്ര അമ്പുകൾ വന്നാലും അതിനെ നേരിടാൻ ഉള്ള കരുത്ത് അൻവിനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാണാതിരിക്കില്ലല്ലോ. ഒരു മനുഷ്യൻ, ഏതൊരു വ്യക്തിയാണെങ്കിലും അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെതായ ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവും, നല്ല കൂട്ടുകാരുണ്ടാവും, നല്ല കാര്യങ്ങൾ ഉപദേശിക്കുന്നവരും നന്മ കണ്ടാൽ കൂടെ നിൽക്കുന്നവരും ഉണ്ടാവുമല്ലോ. തിന്മയെ തിന്മയാണെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ആളുകളും ഉണ്ടാവും. എന്തായാലും വേറൊരു കാര്യം, എല്ലാ കാര്യങ്ങളും നമ്മൾ കാണുന്ന ആൾക്കാർ വിവേകപൂർവ്വം അവനവന് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അവനവൻ വേണം തീരുമാനിക്കാൻ. അല്ലാതെ മറ്റുള്ളവൻ്റെ പുറത്ത് ചാരരുത്. കാരണം അൻവിൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നും പറഞ്ഞ് അൻവിൻ്റെ പുറത്തേക്ക് കുറ്റം ചാരാൻ അദ്ദേഹം ഒന്നും അടിച്ചേൽപ്പിക്കുന്നില്ല ആരെയും. അതാണ് പോയിന്റ്.